പ്രതിപക്ഷം ഇളക്കിവിട്ട ആശമാരുടെ വീറും വാശിയും ഒക്കെ പോയ മട്ടാണ്. ആരും സമരത്തിന് ഇപ്പോൾ ഇല്ല എന്നുള്ളതാണ് സത്യമായ കാര്യം. ആകെ കൂടെ ഒരു 4-5 പേര് സമരപന്തലിലുണ്ട്. അവിടെ വന്നു പോകുന്നവരാരും തന്നെ ആശാ വർക്കർമാരല്ല എന്നുള്ളത് വ്യക്തമായ ഒരു കാര്യവുമാണ്. സതീശൻ പൈസ കൊടുത്ത് ഇറക്കുന്ന കുറച്ച് ജൂനിയർ ആർട്ടിസ്റ്റുകൾ അങ്ങും ഇങ്ങും ഓരോ റാലി സംഘടിപ്പിക്കും എന്നതല്ലാതെ യാതൊരു ആശാ വർക്കേഴ്സും അവിടെ ഇല്ല എന്നുള്ളത് നമുക്ക് കാണാൻ സാധിക്കുകയാണ്. നൂറിൽ കൂടുതൽ ദിവസമായി അവർ അവിടെ സമരം ഇരിക്കാൻ തുടങ്ങിയിട്ട്. സെക്രട്ടേറിയറ്റ് പഠിക്കൽ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് സമരം നടത്തുന്ന ആശമാർ ഇതിനോടകം സമരത്തിന്റെ വിവിധ ഘട്ടങ്ങളിലൂടെ കടന്നു പോവുകയും ചെയ്തു. ഓണറേറിയം 11,000 രൂപയാക്കി വർദ്ധിപ്പിക്കണം, പെൻഷൻ ആനുകൂല്യങ്ങൾ അനുവദിക്കണം, പെൻഷൻ സമയത്ത് 5 ലക്ഷം രൂപ പെൻഷൻ ആനുകൂല്യമായി നൽകണം, 65 വയസ്സ് വരെ വിരമിക്കൽ പ്രായം ഉയർത്തണം തുടങ്ങിയ ആവശ്യങ്ങളായിരുന്നു ആശമാർ മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നത്. കേവലം ഒരു സമരമായി സെക്രട്ടേറിയറ്റ് പഠിക്കലിലേക്ക് വന്നവർ അവിടെ നിരാഹാരം ഇരിക്കുന്നതിലേക്കും പിന്നീട് തലമുണ്ടനം ചെയ്യുന്നതിലേക്കും പൗരസാഗരം സംഘടിപ്പിക്കുന്നതിലേക്കുമൊക്കെ മടക്കം സമരത്തിന്റെ വിവിധ മുറകൾ പരീക്ഷിക്കുകയായിരുന്നു. ഇടതുപക്ഷ സർക്കാർ 5 പ്രാവശ്യം ആശമാരുമായി ചർച്ച നടത്തുകയും വീണ ജോർജ് 2 പ്രാവശ്യം കേന്ദ്രമന്ത്രി നദ്ദയെ കാണാനുള്ള ശ്രമം നടത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. കാണാൻ അവസരം ലഭിച്ചപ്പോൾ തന്നെ നദ്ദ പൂർണ്ണമായി ആശമാരെ തൊഴിലാളികളാക്കി മാറ്റണമെന്നുള്ള കേരളത്തിന്റെ ആവശ്യം തള്ളുകയും ഇൻസെന്റീവ് കൂട്ടുന്ന കാര്യത്തിൽ യാതൊരു നടപടി കൈക്കൊള്ളാൻ കഴിയില്ല എന്ന് അറിയിക്കുകയും ചെയ്തതാണ്. ആശമാരുടെ കാര്യത്തിൽ യാതൊരു നീക്കുപോക്കിനും തയ്യാറാകാതിരിക്കുകയും ചെയ്തു. എന്നാൽ നദ്ദ ആശമാർക്ക് ആനുകൂല്യങ്ങൾ കൂട്ടിത്തരുമെന്ന് പറഞ്ഞ് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി സമരപന്തലിൽ വന്ന് വളരെ വലിയ പ്രകടനങ്ങളാണ് കാഴ്ചവെച്ച് പോയിട്ടുണ്ടായിരുന്നത്. മറ്റു പാർട്ടിക്കാരുടെ രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി അവരുടെ കയ്യിൽ നിന്ന് പണം വാങ്ങിയിട്ട് തുടങ്ങിവെച്ച സമരം ഇപ്പോൾ ആശമാർക്ക് തന്നെ വലിയ നിരാശ നൽകുന്ന തരത്തിലേക്കാണ് കാര്യങ്ങൾ എത്തിച്ചിരിക്കുന്നത്. പിണറായി സർക്കാർ നടത്തുന്നത് ഭരണ പരാജയമാണ് എന്നും താഴേക്കിടയിലുള്ള തൊഴിലാളികൾ ഉൾപ്പെടെ പിണറായി സർക്കാരിന്റെ കീഴിൽ വളരെയധികം കഷ്ടപ്പെടുന്നുണ്ട് എന്നും പൊതുജനത്തിനെ എങ്ങനെയെങ്കിലും വിശ്വസിപ്പിച്ച് അടുത്ത ഇലക്ഷനിൽ പിണറായിക്ക് കിട്ടുന്ന വോട്ടിന്റെ ഭൂരിപക്ഷം കുറച്ച് അധികാരത്തിൽ കയറാം എന്നുള്ള കോൺഗ്രസിന്റെയും BJPയുടെയും രഹസ്യ അജണ്ട മാത്രമാണ് ഈ സമരം. ഇത്രയും ദിവസമായി കേരളം കണ്ടുകൊണ്ടിരിക്കുന്നത് അത് മാത്രം തന്നെയാണ്.